ഇത് ഞാൻ പൊക്രയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അവിടുന്ന് ഹിഷേക്ക് ചെയ്തിട്ട് ഓരോ ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ്. ഉച്ചയ്ക്ക് വെയിലത്തൂടൊക്കെ നടന്ന ഒരു വകയായപ്പോഴാണ് വേണ്ട ഈ ഒരു കട കാണുന്നത്. ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ച് ഇച്ചിരി ഉപ്പിട്ട് കുടിക്കാന്ന് വിചാരിച്ചെന്ന് ഞാൻ വേണ്ട ഈ ഒരു ബിയറാണ് കേട്ടോ വാങ്ങിച്ചത്. നേപ്പാളിലുണ്ടല്ലോ നമുക്ക് ഏത് കടയിൽ നിന്നും മദ്യം ലഭിക്കും. ഇവർക്ക് അങ്ങനെ ലിക്കർ വെക്കാനായിട്ട് മാത്രം പ്രത്യേകിച്ച് ഒരു കടയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആ ചൂടത്ത് ആ ചിൽഡ് ബീറും കുടിച്ച് ആ കടയിലെ തന്നെ പിള്ളേരോടെ കുറച്ചു നേരം ഫുട്ബോൾ കളിച്ചു. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് വേണ്ട ഈ ഒരു ബസ് സ്റ്റാൻഡിൽ ചട്പട്ട് വെക്കുന്ന ഈ ഒരു ചേച്ചിയെ കണ്ടത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബേൽപൂരി ഉണ്ടല്ലോ അതിന്റെ ഒരു വേറൊരു വേഷം തന്നെയാണെങ്കിലും ഇന്ത്യയിൽ കിട്ടുന്ന ബേൽപൂരിയെ കഴിഞ്ഞും കുറെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേരുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഇതിനകത്ത് എരിവ് കാരണം തലയിലെ പേം പറന്നു പോകും. അമ്മാതിരി എരിവാണ്. അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒരു സിറ്റി ബസ്സിൽ കയറിയിട്ട് പൊക്രയിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഈ വഴി കൂടി ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുന്ന കാണുമ്പോഴത്തേനും വേണ്ട ഇതുപോലെ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ. ഇവൻ എന്ത് തേങ്ങ ചെയ്യുന്നതെന്ന് കാണാനായിട്ടാണ് വരുന്നത്. ഈ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും പഴങ്ങളുമാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ളത്. ഇലവർഗ്ഗങ്ങളുടെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നേപ്പാളിലെ സ്ട്രീറ്റിൽ കൂടെയുള്ള നടത്തം ഉണ്ടല്ലോ, നിങ്ങളൊരു വണ്ടിപ്രാന്തം കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കുകയല്ല. നമ്മുടെ ഇന്ത്യ കാണാത്ത പിക്കപ്പ് ട്രക്കുകളും പഴയ 80 സീരീസ് ലാൻഡ് ക്രൂയിസറും ഏറ്റവും പുതിയ ടൊയോട്ടോ പ്രാഡോയും പിന്നെ കുറെ ചൈനീസ് കാറുകളും അങ്ങനെ കുറെ വെറൈറ്റി വണ്ടികൾ നമുക്ക് നേപ്പാളിൽ കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് അടുത്ത സ്ഥലത്ത് പോകാനായിട്ട് പൊക്രയിലെ വേറെ ബസ് സ്റ്റാൻഡിൽ വന്നാണ് കേട്ടോ. എനിക്ക് പോകേണ്ട സ്ഥലത്തിന്റെ മാപ്പാണ് കേട്ടോ ഈ ചേട്ടൻ എനിക്ക് വേണ്ടി വരച്ചു തരുന്നത്. ഗൈസ് ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.